പത്തനംതിട്ട ആറന്മുളയിൽ ആവേശമായി UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിയുടെ പര്യടന പരിപാടി. അയ്യപ്പ ഭക്തർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുന്നതിനാകും UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ പ്രഥമ പരിഗണന നൽകുകയെന്ന് അബിൻ വർക്കി പറഞ്ഞു. പെസഹ ദിവസമായ കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണി മുതൽ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ചടങ്ങിൽ പങ്കെടുത്താണ് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി പ്രചാരണം ആരംഭിച്ചത്. നിയോജക മണ്ഡലത്തിലെ 28 ക്രൈസ്തവ ദേവാലയങ്ങളിലും അബിൻ വർക്കി സന്ദർശനം നടത്തി. ഇതിനുശേഷമാണ് മുഴുവേലി പഞ്ചായത്തിലെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. ഇലവുതുട്ട മുല്ലൂർ സ്മാരക സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ സമരം ചെയ്ത അയ്യപ്പ ഭക്തർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുന്നതിനാകും UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ പ്രഥമ പരിഗണന നൽകുകയെന്ന് അബിൻ വർക്കി പറഞ്ഞു. ഇത്രയും സാംസ്കാരിക ഔന്നത്യമുള്ള ഒരു നാട്ടിൽ എന്തുകൊണ്ടാണ് ഒരു ലോക ടൂറിസം ഭൂപടത്തിലേക്ക് ഈ നാട് എത്തിവരാത്തത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 കൊല്ലമായി അതിനുവേണ്ടി ശ്രമിക്കാത്ത, അതിനുവേണ്ടി ഒരു പദ്ധതിയും ഇടാത്ത ജനപ്രതിനിധിയുടെ പരാജയമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 കൊല്ലക്കാലം പൊതു രാഷ്ട്രീയ ചിത്രമെടുത്താലും അത് വിലക്കയറ്റമായിക്കൊള്ളട്ടെ, തൊഴിലില്ലായ്മയായിക്കൊള്ളട്ടെ, വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, എന്തിനേറെ പറയുന്നു, ഇവിടെ അയ്യന്റെ മണ്ണാണ്. അയ്യന്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയവരെ സംരക്ഷിച്ച സർക്കാരാണ്. ഉച്ചയ്ക്ക് ശേഷം കുളനട മണ്ഡലത്തിലെ പര്യടന പരിപാടി രാമൻചിറയിൽ മുൻ MLA മാലോത്ത് സരളാദേവി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് C. തുളസീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ A. സുരേഷ് കുമാർ, NC മനോജ്, G. രഘുനാഥ്, ജോൺസൺ വിളവിനാൽ എന്നിവർ സംബന്ധിച്ചു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.